മാനസിക വൈകല്യമുള്ള കുട്ടിയൊന്നല്ല ബാബുട്ടാ. വേണമെങ്കിൽ അവളെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെ നടത്തിയാൽ മതി. അല്ലെങ്കിലും ഈ കള്ളത്തരം പറഞ്ഞിട്ട് കല്യാണം നടത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഗീതുമോളിനെ കുറിച്ച് എനിക്കറിയാലോ, അതല്ല വിഷയം. ഇതിപ്പോൾ ഞാൻ നല്ലൊരു കൂട്ടരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടെ എന്തായാലും അവരിപ്പോൾ ഇവിടെ ചുറ്റുകൂടൊക്കെ ഒന്ന് അന്വേഷിക്കുള്ളൂ. അപ്പം ഈ നാട്ടുകാരെന്തെങ്കിലും പറയുമോ എന്നാണ് ഒരു പേടി. നാട്ടുകാരുടെ വായി നമുക്ക് അടപ്പിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവിടെയും ഉണ്ടാകും ഇതുപോലെ കുറേ ആൾക്കാർ. അവനവന് അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ബാബുട്ടാ, ഇപ്പം തന്നെ 4-5 ബ്രോക്കർ വഴി 10-30 ആലോചന എൻ്റെ കുട്ടിക്ക് വന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും കുറേ ആൾക്കാർ വരും, ചായയും കുടിച്ച് മോളുടെ അടുത്ത് നല്ല രീതിക്ക് സംസാരിച്ചിട്ടൊക്കെ പോവും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ടേ ഞങ്ങൾക്കതിന് താല്പര്യമില്ല എന്ന് പറയുക. നമ്മളെല്ലാ കാര്യം ബ്രോക്കർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇതൊന്നും ചെക്കൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയില്ല. അവർ നേരെ കൊണ്ടുവരും, ഇവിടെ സംസാരിച്ച് പോകുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. നിങ്ങൾ അത്രയും വിശ്വാസത്തിൽ ഏൽപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു പയ്യനെ നിങ്ങൾ കൊണ്ടുവരണം. എന്താ സുമയ അങ്ങനെ പറഞ്ഞത്? ഈ ബ്രോക്കർ ബാബുവിന് ഒരു പണി ഏൽപ്പിച്ച അത് വൃത്തിയും വെടുപ്പായിട്ട് ചെയ്യുന്ന നിനക്കറിയില്ലേ? പിന്നെ ഇങ്ങനത്തെ ഒരു വർത്തമാനത്തിന് ആവശ്യമുണ്ടോ? എല്ലാ ബ്രോക്കർമാരും അങ്ങനെ തന്നെ ബാബുട്ടാ. ആദ്യം വരുമ്പോഴൊക്കെ നമ്മുടെ കുട്ടിയല്ലേ നടത്തി തരാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതടക്കും. പക്ഷെ ഇത്രയും കാലമായിട്ട് ഒരു നല്ല ആലോചന പോലും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ വാക്കുകൾക്കൊന്നും ഇപ്പം എനിക്കൊരു വിശ്വാസമില്ല. സുമേ, ഈ കല്യാണ ബ്രോക്കർ പറഞ്ഞാലേ പൈസയ്ക്ക് വേണ്ടി ഈ ചെക്കനെയും പെണ്ണിനെയും ഒന്നിപ്പിക്കുന്നതല്ല. 2 കുടുംബങ്ങളെയും മനസ്സിലാക്കിയിട്ട് ജീവിതകാലം മുഴുവൻ നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണത്. അല്ലാതെ വെറും ഒരു തൊഴിലല്ല. നീ പറഞ്ഞ ബ്രോക്കർമാരുണ്ട് ആഴ്ചയ്ക്ക് പൈസയ്ക്ക് വേണ്ടി ഓരോ ചെക്കന്മാരെ വെറുതെ കാണിച്ചു കൊടുക്കുന്നത്. ആ ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. ഈ ജാതകദോഷവും സ്വഭാവദോഷവും പ്രായ കൂടുതലൊക്കെ ഉള്ള ഒരിക്കലും നടക്കില്ല വിചാരിച്ച എത്ര കല്യാണങ്ങളാ ഈ ബാബു പുഷ്പം പോലെ നടത്തി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എപ്പോഴെന്നെങ്കിലും ഇതുവരെ ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? വരില്ല. അതാണ് ഞാൻ. അപ്പൊ എല്ലാവരും പോലെ നീ എന്നെ കൂടണ്ട. അല്ല, അപ്പോ മോൾക്ക് എത്ര വയസ്സായി? അവൾക്ക് ചിങ്ങം വന്ന 28 ആകും. 28 ആയില്ലേ? അപ്പൊ പിന്നെ ചെറിയ ചെക്കന്മാര് പറ്റില്ലല്ലോ. അല്ല, അപ്പൊ പണ്ടത്തെ പോലെയൊന്നല്ല. ഈ ജോലിയൊക്കെ ഉള്ള പിള്ളേരെ 10-25 ആകുമ്പോഴേക്കും കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത് കൂടുതലുള്ള അങ്ങനത്തെമാരാണ്. 30 വയസ്സിന്റെ മുകളിൽ നോക്കണം അല്ലേ? പൊതുവെ 30 വയസ്സിൽ മുകളിലുള്ള ആൾക്കാരൊക്കെ ഈ ഓൺലൈനിലാണ് കൊടുക്കുന്നത്. അല്ല, അപ്പൊ വല്ല മാട്രി മുകളിലോ അതൊന്നും ചെയ്തിട്ടില്ലേ? അതിലൊക്കെ ആദ്യം രജിസ്റ്റർ ചെയ്തായിരുന്നു. പിന്നെ മൂപ്പർക്ക് വലിയ താല്പര്യമില്ല അതിനോട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വിട്ടു. നിങ്ങളെപ്പോലത്തെ ബ്രോക്കർമാരാണെങ്കിലേ വിശ്വസിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാലോ. അല്ല, ഒരു കണക്കിന് അതാ നല്ലത്. ഓൺലൈനാകുമ്പോൾ എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല ആർക്കും വന്നിട്ട്. എന്തായാലും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നോക്കട്ടെ എന്നല്ല, ശരിയാക്കി തരാം. എന്തായാലും അത്രയും പെട്ടെന്ന് നോക്കണേ ബാബുട്ടാ. അത്രയും അർജന്റാ. ഈ 29 കൂടി കഴിഞ്ഞില്ലെങ്കിലേ പിന്നെ 32 ആവുന്ന നമ്മുടെ വാസുദേവൻ ആചാര്യ പറഞ്ഞിരിക്കുന്നത്. അല്ല, മൂപ്പര് പറഞ്ഞാലേ അത് അച്ചട്ടായിരിക്കും. കൊണ്ടുവരുന്ന കല്യാണത്തിന്റെ ആലോചനകളൊക്കെ മൂപ്പര് തന്നെയാ നോക്കല്. പിന്നെ ഈ കല്യാണം, കാറ് വാങ്ങല്, വീട് വെക്കല്, ജോലി എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒരു സമയമാണ്. ഇതിപ്പോ എൻ്റെ തന്നെ കണ്ടില്ലേ, എനിക്ക് ജോലിയുണ്ട്, 2 മക്കൾ, ഒരുത്തൻ വിദേശത്താണ്, ഒരു നാട്ടിൽ. നല്ല പൈസയൊക്കെ ഉണ്ട്. ഒരു വീട് പണി തുടങ്ങിയിട്ട് 4-5 വർഷമായി. ആ തറ കെട്ടിയിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. ഒരു ചുമര് പൊന്തിക്കാൻ കഴിയുന്നുണ്ടാ? പൈസ ഇല്ലായിട്ടാ? പക്ഷെ ഓരോരോരോ മുടക്കം വന്നിട്ട് അതെങ്ങനെ മുടങ്ങി പോവുക. ഇപ്പൊ 8 മാസം മുമ്പ് പടപടപടാന്ന് കഴിഞ്ഞ് വീട്ടിൽ കൂടുതലും കഴിഞ്ഞ് ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? അതൊരു യോഗമാ. അല്ലാതെ അതിനു വേണ്ടി നമ്മൾ എത്ര നടന്നാലും അത് നമുക്ക് കിട്ടില്ല. സമയമാകുമ്പോൾ താനേ നമ്മളെ കയ്യിൽ വരും. അപ്പൊ മോളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. 29-ാമത്തെ വയസ്സിൽ ഞാൻ മുഖേന ഒരു കല്യാണം നടക്കണമെന്നായിരിക്കും യോഗം. നടന്നേ തീരൂ. ഞാൻ നടത്തി തരുന്നേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുട്ടിന്റെ ജാതകം ഒന്ന് തന്നെ. ജാതകമൊക്കെ ഉണ്ട് ബാബുട്ടാ. പക്ഷെ മൂപ്പർക്കാരൊന്നും ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ അവളുടെ കുറിപ്പ് തരാം. അതിൽ ചേരാത്ത 3-4 നക്ഷത്രങ്ങളുണ്ടേ. അതൊഴികെയുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അത് കുഴപ്പമില്ല. ഇപ്പൊ
അല്ല അപ്പൊ നിങ്ങൾക്ക് ഈ ജാതകത്തിലൊന്നും വിശ്വാസമില്ലെങ്കിലേ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എന്താ? അല്ല അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ലേ, ചില ആൾക്കാർക്ക് ഈ ജാതകം നോക്കിയാലേ നടക്കുള്ളൂ. അല്ല ഇപ്പോഴത്തെ ചക്കന്മാർക്കൊന്നും താല്പര്യമില്ല. പിന്നെ വീട്ടിൽ വയസ്സായ കാരണവരുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, കുറിപ്പൊന്ന് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കി. അപ്പൊ അതിനെ പറ്റി ഏതെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. ഇപ്പോഴെ ഒരു സമാധാനമായത്. എന്തായാലും പെട്ടെന്ന് തന്നെ നോക്കണേ ബാബുട്ടാ. അതൊക്കെ ഞാൻ ഏറ്റു സുമേ. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇറക്കട്ടെ. അല്ല പൈസ തൽക്കാലം ഒരു കാര്യം ചെയ്യും, എൻ്റെ നമ്പറില്ലേ അതിൽ ഗൂഗിൾ പേ ഉണ്ട്, ഒരു 1000 രൂപ അതിലേക്ക് അയക്കി ചിലവിന് വേണ്ടിട്ട്. ബാക്കിയൊക്കെ വൈകി മേടിക്കാന്നേ. എന്നാ ശരി. ഓ ഗീതു അല്ലേ? അത് അച്ഛനും അമ്മയും വിളിക്കുന്ന പേരാ, ഗീതിക. ഓക്കെ. മുൻപ് ചെന്നൈ TCS വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബാബുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ സ്റ്റോപ്പ് ചെയ്തേ? സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് ബ്രേക്ക് എടുത്തു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാ. ഓക്കെ. അല്ല വന്നത് മുതലേ ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ താൻ ആൻസർ പറയുന്നുള്ളൂ, താഴൊന്നും ഒന്നും സംസാരിക്കുന്നുണ്ടില്ല. ബേസിക്കലി താൻ ഇങ്ങനെ തന്നെയാണോ, അത് ഈ പെണ്ണ് കാണാൻ വരുന്നവർ മാത്രമാണോ ഈ ഒരു ആറ്റിറ്റ്യൂഡ്? അങ്ങനെയൊന്നുമില്ല. ബാബുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആദ്യത്തെ പെണ്ണ് കാണലാണെന്ന്. 34 വയസ്സായില്ലേ, എന്നിട്ടെന്താ ഇത്രയും ഡേറ്റ് ആക്കിയത്? ആക്ച്വലി ഇപ്പോൾ 1 മാസം ആയിട്ടുള്ളൂ ഞാൻ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. നേരിട്ട് കാണുന്നത് ഇതാണ്, ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുൻപ് ഫോണിലൂടെയും പിന്നെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു സെറ്റപ്പായിരുന്നു. എന്നാലും ഇത്രയൊന്നും ആരും ലേറ്റ് ആക്കലില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വേറെ എന്തെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? അയ്യേ പ്രേമൊന്നുമില്ല. അയ്യേന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും കാലമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ ഒന്നും ആരോടും തോന്നിയിട്ടില്ല? അല്ല അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാന്ന് ചോദിച്ചാൽ ആ പ്രായത്തിലൊക്കെ അങ്ങനെ തോന്നിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 1-2 കുട്ടികളുടെ ബാക്കിൽ നടന്നതാ. പിന്നെ നമ്മൾ എത്ര നടന്നിട്ടും കാര്യമില്ലല്ലോ, അവർക്ക് നമ്മളോട് തിരിച്ചും തോന്നണ്ടേ, എന്നാലും അതിലൊരു അർത്ഥമുള്ളൂ. പിന്നെ എൻ്റെ സ്ഥിതി ബാബുട്ടൻ പറഞ്ഞിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് അച്ഛനല്ല, 2 പെങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. അത് ഞാനൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റുന്ന തന്നെ കരുതിയിരുന്നില്ല, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ പഠിത്തം വിട്ടുകൊടുക്കാനേ അത് എന്തോ തോന്നിയില്ല. അങ്ങനെ ഈ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ +2 ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ തിരക്കിനിടയിൽ ഈ പ്രേമിച്ച് നടക്കാനും ബാക്കിൽ നടക്കാനൊന്നും സത്യം പറഞ്ഞാൽ അതിൻ്റെ സമയം ഇല്ലായിട്ടോ. ഡിഗ്രി ആണോ കഴിഞ്ഞത്? ഇല്ല, ഡിഗ്രി കഴിഞ്ഞത് ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെങ്ങമ്മൻ്റെ കല്യാണത്തിന് ഇതായിരുന്നേ. പിന്നെ കോളേജിൽ പോയിട്ട് PG ചെയ്യാനുള്ള ആ ഒരു സമയം കിട്ടിയില്ല. അങ്ങനെ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഴുതി എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ പഠിച്ചവർക്കൊക്കെ ഗവൺമെൻറ് ജോലി കിട്ടി. പിന്നെ എനിക്കൊരു വാശി, എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നുള്ള. അങ്ങനെ 1 വർഷം കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടേ ഞാൻ PSCക്ക് വേണ്ടി ഫുൾ ടൈം ഇരുന്ന് പഠിച്ചതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് കിട്ടിയത്. അപ്പം ആദ്യത്തെ പെണ്ണ് കാണൽ ഇവിടെയാണല്ലേ? പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. ഇതും കൂട്ടി ഒരു 38ാമത്തെ പെണ്ണ് കാണില്ല. എല്ലാ ആഴ്ചയും ഇതുപോലെ അങ്ങോട്ട് ഒരേം കെട്ടി മുന്നിൽ പോയി നിൽക്കും. അവർ വന്ന് സംസാരിച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോവും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ കോള് വരും, ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ വലിയ പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും, പോയി കഴിഞ്ഞാൽ വിളിച്ച് പറയും ഞങ്ങൾക്കിത് വേണ്ടാന്നുള്ളത്. അതോട് താൻ അങ്ങനെ പറഞ്ഞേ. ബാബുട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് ഫുള്ളായിട്ട് ക്ലിയർ ആയില്ല സത്യം പറഞ്ഞാൽ. എന്നോട് ഇപ്പം നേരത്തെ ചോദിച്ചില്ല ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോയെന്ന്, അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്. താൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അല്ല ഇത്രയും ഇപ്പോൾ 29 വയസ്സായല്ലേ, ഇത്രയായിട്ടും കല്യാണം എന്താ ലേറ്റ് ആകാനുള്ള കാരണം അറിയാൻ വേണ്ടി ചോദിച്ചാ. ഒരിഷ്ടം ഉണ്ടായിരുന്നു. മൂപ്പര് വിട്ടിട്ട് പോയിട്ടുണ്ടല്ലേ, അതാണിപ്പോൾ വേറെ കല്യാണം നോക്കുന്നത്? വിട്ടു പോയതൊന്നുമല്ല, മരിച്ചുപോയി. ഗീതു, ഐ ആം സോറി. അസാരില്ല. എടോ
ചോദിക്കുന്നുണ്ടോന്ന് വിചാരിക്കല്ലേ. ആക്ച്വലി എന്താ പറ്റിയത് പറയാൻ പറ്റണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 36 ആൾക്കാർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അവരുടെ അടുത്തൊന്നും ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയണമെന്നൊരു തോന്നൽ. അങ്ങനെയാണെന്ന് വെച്ചാൽ പറയടോ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മൈൻഡ് നോക്കിയാണെങ്കിലോ. അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. പിന്നെ ഈ ഗവൺമെൻറ്റുകാരുടെ സ്ഥിതി അറിയാലോ, ഓരോ 5 വർഷം കൂടുമ്പോഴും അവർക്ക് ട്രാൻസ്ഫർ ആകും. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പെടുന്നത് നമ്മൾ മക്കളായിരിക്കും. കാരണം 5 വർഷം ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും അവർക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറും. ശരിക്കും പറഞ്ഞാൽ ഓർത്ത് വയ്ക്കാൻ കുറേ ഫ്രണ്ട്സുകളോ കുട്ടിക്കാലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ സ്കൂളും കോളേജൊക്കെ ഇങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്തായിരുന്നു. അച്ഛൻ ഗവൺമെൻറ് സർവീസിലായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഫീൽഡിനോട് വെറുപ്പായിരുന്നു. അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാണ്ട് ഞാൻ നേരെ എൻജിനീയറിങ്ങിന് പോയി. അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഞാൻ ചെന്നൈ TCSൽ വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു സമയത്താണ് നേരത്തെ പറഞ്ഞില്ലേ ആ പുള്ളിനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ വർക്ക് ചെയ്യുമ്പോഴോ അവിടെ നിന്നൊന്നല്ല. എൻ്റെ ഫോണിലേക്കൊരു റോങ് നമ്പറായിട്ട് വരികയായിരുന്നു. പിന്നീട് ഇങ്ങനെ സംസാരിച്ച് എന്തോ ഭയങ്കര സെക്യൂറായിട്ടൊരു അങ്ങനെ ഫീൽ ചെയ്തു. കാരണം അച്ഛനും അമ്മയൊന്നും എന്നെ അധികം കെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ ട്രാൻസ്ഫറും വർക്ക് പ്രഷറൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വളർന്നത്. അപ്പോൾ ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ആരും കിട്ടിയൊരു ഫീലായിരുന്നു. ആൾ കോട്ടയത്തായിരുന്നു. ആ ഒരു സമയത്ത് എൻജിനീയറിങ് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടതേ. പിന്നെ അറിയാലോ, ലോങ് ഡിസ്റ്റൻസ് കോട്ടയം ചെന്നൈ. ആദ്യത്തെ ഒരു 3-4 മാസം ഞങ്ങൾ ഫോണിൽ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു എന്നെ കാണാൻ വേണ്ടി ആൾ ഒരു KSRTC ബസ്സുമായിട്ട് ആക്സിഡൻ്റ് ആയി. ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാലം ഞാൻ എൻ്റെ ഷോക്കിലായിരുന്നു. എന്താ പറയുക, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞു. അതെനിക്ക് ഇപ്പം അത് കഴിഞ്ഞിട്ട് 2 വർഷമായി. അതിനിടയ്ക്ക് ഈ ഫോണിൻ്റെ സൗണ്ടും മെസ്സേജ് ടോണൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അങ്ങനെ കുറേ കാലം ഞാൻ കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഓക്കെ ആയത്. പിന്നെ അച്ഛനും അമ്മൻ്റെ കാര്യം അറിയാലോ, മോളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവരും ആകെ ഇപ്പം ഞാനായിട്ട് തന്നെ പറഞ്ഞത് കല്യാണം നോക്കിക്കോ, എന്തായാലും അവർക്കൊരു സമാധാനമാവുമല്ലോ. അങ്ങനെ തന്നെ കുറേ ആൾക്കാരിപ്പോൾ വന്നതും എന്നെ കണ്ടിട്ട് പോയതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നിങ്ങളടുത്ത് പറയണമെന്ന് പോലും എനിക്കറിയുന്നില്ല. പക്ഷെ എന്തോ കണ്ടപ്പോൾ പറയാൻ തോന്നി. വരാ എന്നാ പോട്ടെ. അതെ, ഒന്ന് നിൽക്കോ? സംസാരിച്ചപ്പോൾ നിങ്ങളുടെയും അവരുടെ ശബ്ദം ഒരേപോലെ ഉണ്ട്.
ഒന്ന് നിൽക്കോ. അല്ല ഇതെന്താ ഇവിടെ? ആക്ച്വലി ഞാൻ വീട്ടിലേക്ക് വന്നായിരുന്നു. ഈ കോളനി എത്തിയപ്പോൾ വഴി തെറ്റിപ്പോയി. എല്ലാം ഒരേ റോഡ്. അപ്പോൾ ഞാൻ കാർ അവിടെ നിർത്തിയിട്ട് ഒരാളോട് വഴി ചോദിക്കായിരുന്നു. അപ്പോഴാണ് ഇതിന് നടന്നു പോകുന്നത്. എന്തിനാ റിസ്ക് എടുത്ത് ഇത്രയും ദൂരം വരാൻ നിന്ന്? ഫോണിലൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലാന്ന് പെണ്ണാണ വന്നാൽ പറഞ്ഞല്ലോ, പോയിക്കാണ്ട് എല്ലാവരും ഫോണിലൂടെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇഷ്ടമല്ല പറഞ്ഞിട്ട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ആ ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടി നേരിട്ട് പറയാൻ വേണ്ടി വന്നതാ. അങ്ങനത്തെ സെൻറ്റിമെൻ്റ് ഒന്നും വേണ്ട. അന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ കേട്ട് ഞാൻ ശീലിച്ചു. അല്ല എങ്ങോട്ടാ പോകുന്നത്? ഞാനിവിടെ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്, അങ്ങോട്ട് പോവാ. ഞാനും വരട്ടെ. അത് ചെറിയൊരു പ്രതിഷ്ഠയാണ്. ഞങ്ങൾ 4-5 കുടുംബക്കാർ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പുറത്തുനിന്ന് ആരും അങ്ങനെ വരാറില്ല. സോറി. അല്ല എനിക്ക് ഓക്കെയാണ്. ഇനി ഗീതയും കൂടി ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളൊരു കുടുംബക്കാരാകല്ലേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് വരാറില്ലേ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ശരി.